ബോധ്ശാല കമാൽ മൗല മസ്ജിദ് തർക്കത്തിൽ മധ്യപ്രദേശ് ഹൈക്കോടതി പുറപ്പെടുവിച്ച നിർണായക വിധിക്ക് പിന്നാലെ ക്ഷേത്രത്തിൽ പൂജ നടത്തിയിരിക്കുകയാണ് വിശ്വാസികൾ. ഭോജ് ഉത്സവ സമിതിയുടെ ഭാരവാഹികളോടൊപ്പം നിരവധി വിശ്വാസികൾ സംശയത്തിൽ ഒത്തുകൂടിയിരിക്കുന്നു. ഹനുമാൻ ചാലിസ പാരായണവും പ്രത്യേക പൂജകളും നടത്തി. സരസ്വതി ദേവിക്കായി സമർപ്പിച്ച ക്ഷേത്രമാണെന്ന് ബോധ്ശാല കമാൽ മൗല മസ്ജിദ് സമുച്ചയത്തെക്കുറിച്ചുള്ള ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. കൂടാതെ ഇന്ന് മധ്യപ്രദേശിലെ ധറിലെ ബോധ്ശാലയിൽ നീണ്ട വർഷത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് മതപരമായ ചടങ്ങുകളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ചടങ്ങിൽ ഹൈന്ദവഭാഗത്തിൽപ്പെട്ട നിരവധി ഭക്തർ ഇന്ന് രാവിലെ ക്ഷേത്ര സങ്കല്പത്തോടെ ബോധ്ശാല സമുച്ചയത്തിൽ ഒത്തുകൂടുകയും ഹൈക്കോടതി വിധിയെ തുടർന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിയന്ത്രണങ്ങൾ നീക്കിയതിനെ തുടർന്ന് ഇന്ന് മതപരമായ ചടങ്ങ് സംഘടിപ്പിക്കുകയും ചെയ്തു. ബോധ്ശാലയ്ക്കുള്ളിൽ ദൈനംദിന ആചാരങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ബോധ്ശാല സമുച്ചയം മുഴുവൻ ഗംഗാജലം, ഗോമൂത്രം എന്നിവ തളിച്ച് ശുദ്ധീകരിച്ചു. ആചാരങ്ങൾ ആരംഭിച്ചപ്പോൾ വേദമന്ത്ര ജപവും പ്രാർത്ഥനകളും സമുച്ചയത്തിൽ പ്രതിധ്വനിച്ചു. ചടങ്ങിന്റെ ഭാഗമായി മുഴുവൻ ആചാരവും തടസ്സമില്ലാതെ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ഹൈന്ദവ വിശ്വാസപ്രകാരം ബ്രാഹ്മണർ നവഗ്രഹ പൂജ നടത്തി. തുടർന്ന് ബോധ്ശാലയുടെ പ്രധാന ശ്രീകോവിലിൽ സരസ്വതി ദേവിയുടെ വിഗ്രഹം സ്ഥാപിച്ചു. ഭക്തർ സരസ്വതി ദേവിയുടെ വിഗ്രഹത്തെ അലങ്കരിച്ചാണ് തിരുനടയിൽ സ്ഥാപിച്ചത്. തുടർന്ന് ആരതി പൂജയും നടത്തുകയും ഭക്തരുടെ സംഘം സമാധാനത്തിനും സമൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തു. അതോടൊപ്പം തിരുമുറ്റത്ത് യജ്ഞകുണ്ഡവും സ്ഥാപിച്ചു. ബോധ്ശാലയ്ക്ക് എതിർവശത്തുള്ള ഒരു ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന അഖണ്ഡ ജ്യോതി പൂർണ്ണമായ ആചാരങ്ങളോടും പരമ്പരാഗത സംഗീതത്തോടും കൂടി കൊണ്ടുവന്ന് ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു. ഭക്തരുടെ വിശ്വാസത്തെയും പുനഃസ്ഥാപനത്തിനായുള്ള കാത്തിരിപ്പിനെയും പ്രതീകപ്പെടുത്തുന്ന ഈ അഖണ്ഡ ജ്യോതി 2005 മുതൽ ജ്വലിച്ചുകൊണ്ടിരുന്നു. ബോധ്ശാല അയോധ്യയുടെ മാതൃകയിൽ വികസിപ്പിക്കുമെന്നും ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ നിന്ന് സരസ്വതി വിഗ്രഹം വീണ്ടെടുത്ത് ഈ സ്ഥലത്ത് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ പറഞ്ഞു. ചടങ്ങുകൾക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ധാരാളം ഭക്തർ ബോധ്ശാല സമുച്ചയത്തിൽ ഒത്തുകൂടുകയായിരുന്നു. ചടങ്ങിന് ശേഷം പ്രദേശത്ത് ഇപ്പോൾ ഉത്സവ അന്തരീക്ഷം നിലനിൽക്കും. വൈകുന്നേരത്തെ പ്രാർത്ഥനാ ചടങ്ങിലും വലിയ ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് തർക്കത്തിലുള്ള ബോധ്ശാല കമൽ മൗല പള്ളിയെ 11ാം നൂറ്റാണ്ടിലെ സംസ്കൃത പഠന കേന്ദ്രമായും സരസ്വതി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമായും അംഗീകരിച്ച് ഹിന്ദു ഭക്തർ പൂജ നടത്താൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് ASI പുറപ്പെടുവിച്ചത്. ഇനി മുതൽ വിശ്വാസികൾക്കും ദിവസേന പൂജ നടത്താമെന്നും കോടതി വിധിക്ക് പിന്നാലെ എല്ലാവരും അതിരില്ലാത്ത ആഹ്ലാദത്തിലായിരുന്നുവെന്നും ഭോജ് ഉത്സവ സമിതി അംഗമായ രാജേഷ് ശുക്ല പറഞ്ഞു. ഹൈക്കോടതിയുടെ വിധിയും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ദീർഘകാല പോരാട്ടം കൊണ്ടാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം യാതൊരു തടസ്സവുമില്ലാതെ ദേവിക്ക് പൂജ നടത്താൻ കഴിയുന്നതെന്നാണ് പറയുന്നത്. സരസ്വതി ദേവിയുടെ വിഗ്രഹം ഇവിടെ എത്തിച്ച് സ്ഥിരമായി പൂജ നടത്താനുള്ള ഒരു ദിവസത്തിനായി കാത്തിരിക്കുകയാണെന്ന് വിശ്വാസികൾ.